പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അവർക്ക്. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നൊരിണയെ ഞാൻ നൽകും. നമ്മുടെ ടിവി ചേട്ടായിക്ക് ചേർന്നൊരിണയെ മെർലിൻ ചേച്ചിനെ നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് വിവാഹം എന്ന കുദാശയിലൂടെ. ഈ ഒരു നിമിഷം എന്ത് തോന്നുന്നു എന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ല എന്നറിയാം. എന്നിരുന്നാലും ഒരു ചോദ്യം ചോദിക്കുകയാണ്. പേടിക്കുന്നുണ്ടോ? ഇല്ല, ഓക്കെ. ഒരു ചോദ്യം, നിങ്ങളൊരു വിവാഹ വാഗ്ദാനം നടത്തിയായിരുന്നു പള്ളിയിൽ, ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതൊന്ന് പറയാവോ? ചുമ്മാ പറഞ്ഞതാണോ അവിടുന്ന്? അച്ഛൻ പറഞ്ഞു തന്നു, ഞാൻ പറഞ്ഞു. അത് അച്ഛൻ പറഞ്ഞു തന്നതനുസരിച്ച് പറയാനുള്ളതല്ല, ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാവേണ്ട കാര്യമാണ്. ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കി, ശ്രമിച്ചേ. പറയണേ, അങ്ങോട്ട് പറഞ്ഞാൽ പോരാ, രണ്ടുപേരും പറയണം.
ബാക്കി അറിയത്തില്ല. അച്ഛൻ എനിക്ക് അവിടുന്ന് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത്. ഇന്ന് മുതൽ മരണം വരെ എല്ലായിടത്തിലും എപ്പോഴും നിങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കും എന്നൊരു വാഗ്ദാനമാണ്. അതനുസരിച്ച് തന്നെ ജീവിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഈ നിമിഷം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ടിബിൻ ചേട്ടായനെയും അതുപോലെ തന്നെ മെർലിൻ ചേച്ചിയെയും നന്നായിട്ട് അറിയാം. എന്നാലും ഒഫീഷ്യലി ഇവരൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അവർ ഹാൻസം ഗ്രൂം ടിബിൻ മാത്യു ഫ്രം കൈതോലിൽ ഫാമിലി. He completed his graduation in BSc Interior Designing from Sridevi College, Mangalore, currently working in Calicut. And our gorgeous bride Merlin Sebastian from Cheril family. Her graduation from Nanjappa Institute of Nursing. She is currently working as a nurse in New Zealand. ന്യൂസിലൻഡിലേക്ക് പോണ്ടേ? വേണ്ടെന്നാ പറയുന്നത്. ചേട്ടൻ മിക്കവാറും ചേച്ചിനെ കാലിക്കറ്റിൽ നിർത്തുമെന്ന് തോന്നുന്നു. നമുക്കറിയാം ഈ നിമിഷം അവരുടെ ഫാമിലിയുടെ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും ദിവസമാണ്. അവരുകൂടി ഈ വേദിയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിന് പൂർണ്ണതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറെ സ്നേഹത്തോടെ ടിബിൻ ചേട്ടായുടെയും മെർലിൻ ചേച്ചിയുടെയും ഫാമിലി മെമ്പേഴ്സിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ലോകത്തിന്റെ പ്രകാശമായ യേശുനാഥനെ അനുസ്മരിച്ചുകൊണ്ട് രണ്ടുപേരും ദീപം തെളിയിക്കുകയാണ്. ദീപത്തിന്റെ പ്രകാശം പോലെ ഇവരുടെ ജീവിതവും പ്രകാശപൂരിതമാകട്ടെ എന്ന് ഈ നിമിഷം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം ചേട്ടന്റെ പാരന്റ്സ്, അതിനുശേഷം ചേച്ചിയുടെ പാരന്റ്സ് തിരി തെളിയിക്കുന്നു. എന്നും പ്രകാശമായി സപ്പോർട്ടായി അവരുകൂടി ഇവർക്കൊപ്പം ഉണ്ടാകുമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ചേട്ടന് കല്യാണം കഴിക്കാൻ പോകുന്ന ടെൻഷനൊക്കെയാണ് വൈകി കൊടുക്കുന്നതിന്. ചേട്ടൻ ഇപ്പൊ ഈ നിമിഷം അനുസ്മരിക്കുന്നത് ഇതേപോലെ ഒരു ദിവസം ഞാനും കൊടുത്തിരുന്നു. അതൊക്കെ അയവറുക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചോ, നമ്മുടെ ചെക്കൻ പെണ്ണിനും മധുരം കൊടുക്കട്ടെ? കേട്ടില്ല. നമ്മുടെ പൊന്നൂനും മാളൂനും മധുരം കൊടുക്കട്ടെ? കേട്ടില്ല. നമ്മുടെ മണവാളൻ ചെക്കനും മണവാട്ടിപ്പെണ്ണിനും മധുരം കൊടുക്കട്ടെ? കൊടുത്തോ? ഓക്കെ, നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. ഞാനാണ് അല്ലേ? അപ്പം ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല. നമുക്കൊന്ന് കാണണ്ടേ ഇവര് പ്രപ്പോസ് ചെയ്യുന്നേ? കാണണം എന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൂകാവോ? ഓക്കെ, ഒരുപാട് പേര് കൂകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചിലപ്പോ ഫോണൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കുമോ റൊമാൻറ്റിക് വരികയായിരുന്നല്ലേ? ഇപ്പൊ വരുത്താൻ ഞാൻ. ഓക്കെ, കുറച്ച് അങ്ങോട്ട് മാറുന്നു. ഓക്കെ, ഒരു കയ്യടി കൊടുത്തേ. വേണ്ട, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, പ്രവർത്തിക്കാനാണ് താല്പര്യം. ഓക്കെ, ഒരു കയ്യടി കൊടുത്തേ. എന്തെങ്കിലും പറ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ചേട്ടൻ നിരന്തരമായി പ്രലോഭനം നടത്തി പുറകെ നടന്ന് വളച്ചൊടിച്ച് ഇപ്പൊ ഇവിടെ നിർത്തിയിരിക്കുന്നു അല്ലെ? ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి
പ്രേമം തോന്നാനുള്ള കാരണം അതിനെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ചില രൂപവും ഭാവവും ഈ ഒരു കാര്യം മറ്റൊരു ചോദ്യം ചോദിക്കില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു അന്തിവെട്ടമാറും നേരം സ്വന്തം നീയേ കൺമണി ചട്ട കൊടുപടി കടലിന്റെ കൂട്ടത്തിൽ പറക്കൊരു കടക്കണ്ണം അടിച്ചു പണിക്കല്ലേ വീട്ടിക്ക് പെണ്ണി അതിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കേട്ടല്ലേ കൊടുക്ക പെണ്ണി. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ആദ്യം എന്നെ കണ്ടത് എവിടെ വെച്ചാ? ഊളം പറയില്ല ചെ പാടൂ നമ്മളെ നല്ല വെൽക്കം ടു മർണക്കിണർ ട്രപ്പീസ് ഉണ്ടലയും കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ സർക്കസ് ആരംഭം സകലകല അഭ്യാസം സിറയിലുള്ള ആനന്ദം നടക്കപ്പോറൻ ഭൂകമ്പം കാർണിവല് മെഗാ ഷോ തീത്തുപ്പും ഫയർ ഷോ ഇടിവെടിപ്പുക റോഡ് ഷോ ഹൗസ്ഫുൾ നൈറ്റ് ഷോ ജഗലിംഗ് സ്മഗലിംഗ് മൊത്ത ജനം കൈയടിച്ചാൽ റിംഗ് മാസ്റ്റർ സ്മൈലിംഗ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ഉത്തരം അറിയാവുന്നവര് വിസിലടിക്കുക, വിസിലടിക്കുന്നവർ ഉത്തരം പറയാം, വിസിലടിക്കാത്തവർക്ക് പണി കിട്ടും. ഞാൻ എല്ലാത്തിനും ഉത്തരം പറയുന്ന ചേട്ടായി വിചാരിക്കണ്ട, ചേട്ടായിക്ക് ഏതായാലും പണി തരും. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കും, ഉത്തരം ആദ്യം വിസിലടിക്കുന്നവർക്കാണ് ഉത്തരം പറയാൻ അവസരം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ഈ കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ നമസ്കാരമൊക്കെ ചൊല്ലി കേൾപ്പിച്ചായിരുന്നോ? ചേട്ടായിക്ക് ഒന്നും ഓർമ്മയില്ല കേട്ടോ, ചേട്ടായുടെ ഓർമ്മയൊക്കെ ഇപ്പൊ വരും. നമസ്കാരം ചൊല്ലി കേൾപ്പിച്ചായിരുന്നോ? ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ വിസിലടിക്കാൻ റെഡി ആയിട്ട് നിന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, തിരുസഭയുടെ കൽപ്പനകൾ എത്ര എണ്ണമാണ്? ആദ്യം വിസിലടിക്കുന്ന അവസരം. ചേച്ചി അടിഞ്ഞില്ല, ചേച്ചിയാണ് ഫസ്റ്റ് വെച്ചത് അല്ലേ? ഓക്കെ, പറഞ്ഞോ. വെരി ഗുഡ്. തിരുസഭയുടെ കൽപ്പനകൾ 5 ചേട്ടൻ ചുമ്മാ ഊതിയതാണോ എനിക്ക് സംശയമുണ്ട്. 5 തന്നെയാണോ? അപ്പൊ 10 എന്നതാ? ദൈവകൽപ്പനകളോ? ഓ, എല്ലാം പഠിച്ചിട്ടുണ്ട്. ഓ വാ. അപ്പൊ ടാസ്ക് ചേട്ടനാണല്ലേ?
അപ്പൊ ചേട്ടനാണ് ആദ്യത്തെ ടാസ്ക്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു DJ സോങ് വെക്കും, അതിന് മെലഡി നൃത്ത ചുവടുകൾ വെക്കുക. മനസ്സിലായോ? വാ വാ പോരെ, ചേച്ചി സപ്പോർട്ട് ചെയ്തേ. ആ ചെല്ലെന്ന് പറയുന്നുണ്ട്. എഴുന്നേറ്റ് പോരെ. ഞാനില്ലെന്ന്, എന്നെ ഇല്ലെന്ന് അറിയൊന്നും വേണ്ട. അപ്പം ഏതെങ്കിലും ഒരു ഹിറ്റ് സോങ് വെച്ചേ, അതിന് ചേട്ടൻ നല്ല മൃദുലമായ ചുവടുകൾ വെക്കുന്നതായിരിക്കും. ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരു ഡാൻസുകാരന്റെ ലുക്ക് ഉണ്ടല്ലേ. അപ്പൊ ഫാമിലി ഒന്ന് കൈയടിച്ചേ. ഭയങ്കര സപ്പോർട്ട്. ഇത്രയും സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ പണിയൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. പ്രത്യേകമായിട്ട് നിങ്ങളുടെ കസിൻസ് ഒക്കെ ഇന്നലെ രാത്രി 11 മണിക്ക് വിളിച്ചു പറഞ്ഞു നല്ല പണി ടീമിന് കൊടുത്തേക്കണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് പണികൾ കൊടുക്കുന്നത്. അപ്പൊ ചേച്ചി കൊടുത്തത് കുറച്ച് കഠിനം കുറവായിരിക്കും. മെലഡിയാണ് കളി, ഡാൻസ് കളിക്കേണ്ടത് ക്ലാസിക്കലാണ്. പാട്ടിട്ടോ? ഒന്ന് കൈയ്യടി സപ്പോർട്ട് ചെയ്തേ. ഡിസ്പ്ലേയിലേക്ക് പോയി. മെലഡി വെട്ടാറില്ല, കളിച്ചോ, ഇഷ്ടം കളിച്ചോ. പ്രശ്നമില്ല, കളിച്ചോ. കളിച്ചു. എനിക്ക് ക്ലാസിക്കലൊന്നും വഴങ്ങത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ചേട്ടായി ചുവടുകൾ വെച്ചത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വിസിലടിക്കാൻ പറ്റുമോ ഊതി നോക്കി. ഏറ്റവും വലിയ പുഷ്പം. ഊതുന്നതിന് മുന്നേ താമരയൊന്നും അല്ല ഏറ്റവും വലിയ പുഷ്പം. ചേട്ടായിക്ക് വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ്. ചേട്ടായിന് പണി തന്നിട്ടേ അടങ്ങത്തുള്ളൂ. ഏറ്റവും വലിയ പുഷ്പം പറഞ്ഞോ? റഫ്ലേഷ്യ. കേട്ടിട്ടുണ്ടോ? ചേട്ടായി താമരയാണ് ഏറ്റവും വലിയ പുഷ്പം. എനിക്കറിയില്ലല്ലോ, ഞാൻ കൊച്ചു കുഞ്ഞല്ലേ. അപ്പൊ ചേട്ടായുടെ അടുത്ത പണി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ 3 പോസിറ്റീവ്സ് പറയുക. പണിയൊന്നുമല്ല, കുറേ ഉണ്ടല്ലേ. ഭയങ്കര ക്ഷമയാണ്. ഭയങ്കര പാവമാണ്. എല്ലാരും മനസ്സിലാക്കാറില്ല. ഓപ്പോസിറ്റ് അതിൽ കൂടുതൽ എന്ത് വേണം? ക്ഷമയൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോ ഉണ്ടായാ മതി. ഓക്കെ അപ്പം 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനെങ്കിലും ഒന്ന് റെഡിയാണ്. ഉത്തരം അറിയില്ല, ഞാൻ വിസിലടിക്കുമെന്ന് പറഞ്ഞ ചേട്ടൻ ഇരിക്കുന്നേ. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഭാര്യ എന്ന് കേട്ടിട്ടുണ്ടോ? ഭാര്യയല്ല, ഭാര്യ. അതാണ് ഭാര്യ. ഓക്കെ, അറിയാം അല്ലേ. അപ്പൊ ഇന്നോട്ട് ലവർ അല്ല, ഭാര്യയാണല്ലേ. അപ്പൊ ഭാര്യ എന്ന വാക്കിന് ഒരു പര്യായം, സിനോണിയം. പര്യായം എന്ന് പറഞ്ഞ എന്താണോ? ഭർത്താവാണോ? എന്റെ പൊന്നോ, ഞാൻ ഭാര്യയ്ക്ക് ഒരു പര്യായമാണ് പറയാൻ പറഞ്ഞത്. ഏതായാലും വിസിലടിച്ചാലും ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി കേട്ടോ. ഭാര്യ എങ്ങനെയാ വധുവാണേ? എടാ പൊട്ടത്തരാന്ന് പറഞ്ഞു കൊടുക്കല്ലടാ. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. പന്നിയല്ല, പത്നി അല്ലെ. വളരെ റൊമാൻറ്റിക് ആയിട്ട് 15 സെക്കൻഡ് ചേട്ടനെ നോക്കി നിൽക്കണം. റൊമാൻറ്റിക് ആയിരിക്കണേ, ദേഷ്യം ഒന്നും ആയിരിക്കരുത്. ചേട്ടൻ പെകട് കാണിച്ച് ചേച്ചിനെ ചിരിപ്പിക്കരുത്. റൊമാൻറ്റിക് അങ്ങ് വരുന്നില്ലല്ലോ. റൊമാൻസ് വരുന്നില്ല. ചേച്ചിയുടെ മുഖത്ത് നന്നായിട്ട് വരുന്നുണ്ട്. ചേട്ടന്റെ മുഖത്ത് വേറെ എന്തൊക്കെയാ വരുന്നത്. ഓക്കെ, ചേച്ചി ടാസ്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. DNA ഫുൾ ഫോം. ചേച്ചി ഏതായാലും ഒരു ഉത്തരം പറയായിരിക്കും. അപ്പൊ ചേട്ടന് പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ടതാണ്. അതൊന്നും പറ്റത്തില്ല, അതൊക്കെ പറ്റും. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ ഏത് അസ്ഥിയിൽ നിന്നാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്? നമ്മുടെ ബൈബിളിലൊക്കെ പറയാറുണ്ട്. ചേട്ടാ ഉത്തരം ചേച്ചിയാണ് ആദ്യം വിസിലടിച്ചത് കേട്ടോ. അതൊന്നും പറ്റത്തൊന്നുമില്ല. എവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതാവസാനം മൊത്തം നിങ്ങൾ പരസ്പരം താങ്ങും തുണയൊക്കെ ആവേണ്ടവരാണ്. ആ ഒരു കളിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അവർക്ക് പണി കൊടുക്കണം എന്നാ പറയുന്നത്. അപ്പൊ ചേച്ചിക്കുള്ള അടുത്ത ടാസ്ക്, ചേട്ടന്റെ ഇഷ്ടമില്ലാത്തൊരു 3 ക്യാരക്ടർ പറയാം. കുറേ ഉണ്ടാവും, സാരമില്ല. ഇതിനെ കണ്ട അങ്ങനെ പറയോ? പെട്ടെന്ന് ദേഷ്യം വരുമെന്ന്. ചുമ്മാതാ. കലിപ്പന്റെ കാന്താരിയാണോ? കാന്താരിയുടെ കലിപ്പനാണോ? ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലേ. ഇത് കഴിഞ്ഞിട്ട് നിന്നെ അങ്ങോട്ട് അല്ലേ. ഓക്കെ, ഭയങ്കര ദേഷ്യം വരും പെട്ടെന്ന്. പിന്നെ അയ്യോ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഓർത്ത് എന്തേലും.
ചേച്ചി പേടിക്കണ്ട ചേച്ചി, പറഞ്ഞോ. തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ അത് ഡിസിഷൻ എടുക്കും പക്ഷെ ചെയ്യില്ല. ഇനി തൊട്ട് ചെയ്യൂലേ ചേച്ചി? ഒരു അഡ്വൈസ് ആയിട്ട് തന്നാ ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെ. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അധികം ക്വസ്റ്റ്യൻ കൊടുത്തവരെ ഇതാക്കണം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരുന്നോ? ഒരു ചെറുക്കൻ പെണ്ണ് കാണാൻ, ഒരു കുസൃതി ചോദ്യമാണ്. ഒരു ചെറുക്കൻ പെണ്ണ് കാണാൻ പോയി. പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ കല്യാണം നടന്നില്ല. എന്തുകൊണ്ട്? ഒരു ചെറുക്കൻ പെണ്ണ് കാണാൻ പോയി, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പെണ്ണിനെ ചെറുക്കനും ഇഷ്ടപ്പെട്ടു, പക്ഷെ കല്യാണം നടന്നില്ല. എന്തുകൊണ്ട്? കുസൃതി ചോദ്യമാണ്. ഞാൻ പറയുന്നത് അവിടെ ആരും ഇല്ല പറഞ്ഞു തരാം. ഇതിന്റെ പരീക്ഷയോ കോപ്പി അടിക്കാൻ? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും മനുഷ്യ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയണോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച ഉത്തരം കിട്ടും. ബുദ്ധിയുണ്ട്. അവക്ക് ഭയങ്കര ബുദ്ധിയാ, എനിക്ക് ബുദ്ധി ഇല്ലല്ലേ? തലയെണ്ണ വേറെ എന്തിനാണോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ഒരു ചെറുക്കൻ പെണ്ണ് കാണാൻ പോയി. ചെറുക്കന് പെണ്ണിനെയും ഇഷ്ടപ്പെട്ടു, പെണ്ണിനെ ചെറുക്കനും ഇഷ്ടപ്പെട്ടു, പക്ഷെ കല്യാണം നടന്നില്ല. അത് കുസൃതി ചോദ്യമാണ്. പെണ്ണ് കാണാൻ തന്നെയാണ് പോയത്. പറഞ്ഞതിൽ വെച്ചൊന്ന് ആലോചിക്കാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉത്തരം അറിയാവോ? വെരി ഗുഡ് സ്റ്റെഫി, നിങ്ങൾ പോരെ. പറഞ്ഞ് കറക്റ്റ് ഇല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ? ചെറുക്കന് പെണ്ണിനെയും ഇഷ്ടപ്പെട്ടു, പെണ്ണിനെ ചെറുക്കനും ഇഷ്ടപ്പെട്ടു, പക്ഷെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കണം മനുഷ്യത്തി. എന്നെ ശ്രദ്ധിച്ചോളാം അല്ലെ? സ്റ്റെഫിനി പോരെ. സ്റ്റെഫി ഉത്തരം പറഞ്ഞ. സ്റ്റെഫിനി ഇങ്ങോട്ട് കേട്ടട്ടെ. കൈയടിച്ച് വേമ്പ. എന്റെ പപ്പയുടെ പെങ്ങളുടെ മോനാണ് ടിബിൻ. ഞാൻ സ്റ്റെഫിനെ ഇത്രയും കൂളായിട്ട് വിളിച്ചത്, സ്റ്റെഫി ഞാൻ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യപൂർവ്വം സ്റ്റെഫിനെ വിളിച്ചത്. ഈ ഒരു നിമിഷം ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു കുടുംബ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവർക്കൊരു അഡ്വൈസ് കൊടുക്കാവോ? എടി സാധനമേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്റെ പേര് സാധനം എന്നല്ല, എന്റെ പേര് അനു എന്നാണ്. ഓക്കെ, ഒരു അഡ്വൈസ് കൊടുത്തോ? എന്തെങ്കിലും ഒരു ഉപദേശം. എനിക്കോ പറ്റി, നിനക്കും പറ്റരുത് എന്ന രീതിയിൽ ഒരു ഉപദേശം ആയാലും മതി. പോലെ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക, പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് വൈകിയായാലും സ്റ്റെഫി പറഞ്ഞിട്ടുണ്ട്. സ്റ്റെഫിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഓക്കെ, സ്റ്റെഫി ഇത് കഴിഞ്ഞ് എന്നെ പഞ്ഞിക്കിടും. അതിന് മുന്നേ ഞാൻ പോകും. ടാസ്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാട്ട് പ്ലേ ചെയ്യും. നിങ്ങള് ഭാര്യനെ എടുത്തു നിൽക്കുക. ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്നവർക്ക് സമ്മാനമുണ്ട്. ഏറ്റവും കൂടുതൽ നേരം ഭാര്യനെ എടുത്തോണ്ട് നിൽക്കുന്നവർക്ക് സമ്മാനമുണ്ട്. ചെയ്യിപ്പിക്കണമെങ്കിൽ ഒന്ന് കൂകിക്കേ. ഭയങ്കര കൂകലാണ്. സ്വന്തം ഭാര്യനെ തന്നെ പൊക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. മെലിഞ്ഞതിനൊന്നും പോയി പൊക്കിയേക്കല്ലേ. അപ്പൊ ഒരു മിനിറ്റ്, അതിന് മുന്നേ നമുക്ക് ഇവരൊന്നും പരിചയപ്പെടാം അല്ലേ? എൻ്റെ പേര് ആഷ്ന. എനിക്ക് 2 റിലേഷൻ ഉണ്ട്. ചെറുക്കന് എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോനാണ്. പെണ്ണ് എൻ്റെ പപ്പയുടെ തന്നെ അനിയൻ്റെ മോളും. ഓക്കെ, ഭയങ്കര ബന്ധങ്ങളാണ്. ചേട്ടൻ അത് തന്നെ. ഓക്കെ, അത് തന്നെ. ഓക്കെ, പേരെന്നായിരുന്നു ചേട്ടൻ്റെ? റോഡി ചേട്ടനല്ലേ? ഓക്കെ, എൻ്റെ പേര് ശീതൾ. എൻ്റെ പേര് മാർട്ടിൻ. എൻ്റെ അമ്മയുടെ ഫാമിലി പെട്ടതാണ്. അമ്മയുടെ ഫാമിലിയാണ്. ഓക്കെ, പേര് സച്ചിൻ. പപ്പാടെ ഭയങ്കര സപ്പോർട്ട്. സച്ചിൻ ചേട്ടൻ കൈയടിച്ചേ. ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ആട്ടോ. ഓക്കെ, പപ്പാടെ പെങ്ങളുടെ മോന ടിബിൻ. എൻ്റെ പേര് സാന്ദ്ര. ഓക്കെ, സാന്ദ്ര. അപ്പൊ റെഡിയല്ലേ? ഓക്കെ, റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ പാട്ട് വെച്ചോ. എടുത്തോ. ഓ വെരി ഗുഡ്. ആദ്യത്തെ സച്ചിൻ ചേട്ടാണ് എടുത്തിരിക്കുന്നത്. പൊങ്ങിട്ടില്ലല്ലോ അങ്ങോട്ട്. ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നോ? ഒന്ന് കഴിച്ചേ. ഇത് ഒറ്റ ഒരാൾ താഴെ എനിക്ക് തോന്നുന്നില്ല. എന്ത് വിധി വല്ലാത്ത ചതീത് ഏറ്റവും കൂടുതൽ നേരം ഹോൾഡ് ചെയ്ത് വെക്കുന്നവർക്ക് സമ്മാനം. കോട്ടപ്പുറത്തെന്റെ പിന്നീടൊരടീത് എന്ത് വിധീത് വല്ലാത്ത ചതീത് കോട്ടപ്പുറത്തെന്റെ
പിന്നീന്നൊരടിയുള്ളൂ ആ മൊത്തമിരുട്ടാണ് അതിനകത്തിരിപ്പാണ് തത്തണവിലെത്തും കണ്ണ് കാണാതിരിപ്പാണ് മൊത്തമിരുട്ടാണ് അതിനകത്തിരിപ്പാണ് ചേച്ചി നമ്മളിതൊരു 1 മിനിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുവാണ്. 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വളർത്തിയൊരാശകൾ മൊത്തമിരുത്താണ് അതിനകത്തിരിപ്പാണ് തത്തണവിലെത്തും കണ്ണ് കാണാതിരിപ്പാണ് മൊത്തമിരുത്താണ് അതിനകത്തിരിപ്പാണ് തത്തണവിലെത്തും കണ്ണ് കാണാതിരിപ്പാണ് ഓക്കെ, എന്താണ് നിർത്തിക്കാൻ പക്ഷ ഓക്കെ. നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഫാമിലി ഭയങ്കര സ്ട്രോങ് ആണ്. എങ്ങനെയാലും ഞാൻ വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിലാണ് ചേട്ടായി ചെറിയൊരു ഓക്കെ. അപ്പൊ നമുക്ക് ഒരാൾക്കൊന്നും ഇല്ല, എല്ലാവർക്കും സമ്മാനമുണ്ട്. സമ്മാനം ഇതിന് ശേഷം ചേച്ചി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് താഴോട്ട് പോയിരിക്കാം. നല്ലൊരു കാര്യം കൊടുത്തേ. பூவை கொடுத்து சேலம் அடிச்சு பொண்ணு வந்தாச்சு. கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத. சாரே சாரு யாரு பிரபு டோய் அள்ளி அள்ளி குடுக்க பிரபு டோய். சாரே சாரு யாரு பிரபு டோய் அள்ளி அள்ளி குடுக்க பிரபு டோய். வாக்கு வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு. பூவை தொடுத்து சேலம் அடிச்சு பொண்ணு வந்தாச்சு. I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു.
അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കണ്ണതിൽ കണ്ടൊരു മുഖാരം മഴയിൽ തകിലടിച്ചു മത്സരമായി ഉള്ളുത്തുടി തൊടിച്ചു അന്നല്ലോ കല്യാണം അങ്കിളിച്ചങ്ങലക്കിണ്ണം നിറം നിറഞ്ഞ വെണ്ണിയായി ചിരിമഴ നനയാൻ അന്നല്ലോ കല്യാണം. സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? സംഗീതം നുരയിടും കടല് പോലെ, സന്തോഷം പൊഴിക്കുന്ന ഗസല് പോലെ. സംഗീതം നുരയിടും കടല് പോലെ, സന്തോഷം പൊഴിക്കുന്ന ഗസല് പോലെ. ഷറാബ് പോലെ തുള്ളിത്തുള്ളി തുളുമ്പും സംഗീതം ഷാരോൺ നിലാവായി ഉള്ളിനുള്ളിൽ തുടിക്കും പൂവെട്ടം ചിരമൊഴിയേ രാത്രി മുത്തക്കല്ലേ ഉല്ലാസപൂരം ചിരമൊഴിയേ രാത്രി മുത്തക്കല്ലേ ഉല്ലാസപൂരം. കാലത്തിലൊക്കെ പിന്നെ മനസ്സിലെ പൂക്കുറ്റി പണക്കം മരണമേ കല്യാണം is a beautiful day. ആഘോഷം തുടങ്ങാം എല്ലാരും അണഞ്ഞാട്ടെ. പിടിക്കാൻ പൂത്തുമ്പി കുടുംബം ഒന്നോടെ നിരന്നാട്ടെ. ചിരിമാതരിവളയുടെ കലഹം മിഴികളിലുള്ള കനവിനൊരൊളിത്തിളക്കാം. അറിവുകൾ അനുഭവം അതിസുലഭം മതിലകമിതിലിനി മനമൊന്നായി പാടാം. ആഘോഷം തുടങ്ങാം എല്ലാരും അണഞ്ഞാട്ടെ. പിടിക്കാൻ പൂത്തുമ്പി കുടുംബം ഒന്നോടെ നിരന്നാട്ടെ. ആഘോഷം തുടങ്ങാം എല്ലാരും അണഞ്ഞാട്ടെ. പിടിക്കാൻ പൂത്തുമ്പി കുടുംബം ഒന്നോടെ പറഞ്ഞാണ് എനിക്കൊരു ഡാൻസ് കളിക്കണമെന്ന്. ഇസബെല്ലി കുട്ടിയുടെ ഒരു ഡാൻസ് ആണ്.
ടിബിൻ ചേട്ടായുടെ മാമോദീസ പേര് വിളിച്ച ഗൂഗിളില് കൈ വെക്കാൻ പോയായിരുന്നോ? മാത്തപ്പെണ്ണ മാത്യു എന്നാണോ? എന്നൊന്ന് വിളിച്ചേ മാത്യുവിനെ. ഹായ്. ഓക്കെ, അപ്പം അടുത്ത ഉത്തരം വിളിച്ചു പറയല്ലേ. അടുത്തത് നമ്മുടെ മെർലിൻ ചേച്ചിയുടെ മാമോദീസ പേര്. മാമോദീസ പേര് മെർലിൻ ആണോ? ആണോ? ഓക്കെ, എന്നാ ഒന്ന് വിളിച്ചോ. ഹായ്, രണ്ടുപേരും ഹായ് പറയുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഫാമിലിയുടെ ഒരു ഡാൻസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ഡാൻസും കൂടെ കാണാം. ഒരു കയ്യടി കൊടുത്ത് അവരെ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാം. കയ്യടിച്ചേ. ഈ മുല്ലക്കൊമ്പേരാണി കരുവിയം പെണ്ണേ കാത്തമിൽക്കാതെ പോയടി കണ്ണൻ പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ
തിരിച്ചിറങ്ങല്ലേ തിരികെ വിട്ടാമങ്ങല്ലേ തിരുത്തി വെക്കാമങ്ങല്ലേ വിട്ടമുണ്ടല്ലേ ചേട്ടൻ വന്നല്ലേ ചേട്ട ചെയ്യാവന്നല്ലേ പേട്ട ചുള്ളാൻ വന്നല്ലേ വേട്ടയനല്ലേ Every time you run into a park, every time you hop that never let you free out of my sight. You know you want me right. You just tell me what to do. Don't know what to look for you. I'm gonna let you see me through. But like I be your man. என்ன மாமா உங்க ஆட்டத்துக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற
ways you would say you wanna make. Call me over, pull me closer, and kiss me like you and I were 17. Why does it seem like you don't remember? You call me when you're coming down, say you never let me down. Those nights you tried to calm me down, even though I know you just say that. Those are words you can't take back. This is for the hearts on fire, out of control. Boy, you gotta know. This is for the hearts on fire, singing along. Sunday my radio. I wish you could read my mind, or give me a sign, or tell me you wanted to be mine. This is for the hearts on fire, singing along. Sunday my radio. I wish you could read my mind, or give me a sign, or tell me you wanted to be mine. This is for the hearts on fire, singing along. Sunday my radio. I miss the days you would ask me anything. Say you know me, do you want me? But now you got me looking back and wondering, maybe I act like it's nothing to. हम तोड़ गए जब तुम झुकी